ദിവസമായിരുന്നു അവിടുത്തെ ബലിയർപ്പിക്കുവാൻ ഉള്ള കൃപ നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നു. ഈശോ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദി പറയാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നേരിടുന്ന വേദനകളെയും സമർപ്പിക്കാനും ഇടവകയിലൊരു കുടുംബത്തെയും തീരുമാനം സമർപ്പിക്കാനും ലോകം മുഴുവന് വേണ്ടി ക്രിസ്തുക്ക് വേണ്ടി കേരളത്തിലെ സഭയ്ക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാനുമുള്ള വലിയൊരു അവസരമാണ് വിശേഷ കുർബാന. ഈ കുർബാനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും ഒഴുകാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇടവകയിലുള്ള കുടുംബങ്ങളിലേക്ക് നിറയണം. നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ വിശേഷതയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആത്മശരീരങ്ങളിൽ പോത്തിരിക്കുന്ന ദിവ്യങ്ങളുടെ പരിഗണനത്തിന് വിശുദ്ധ അങ്ങേയും അഭയം പ്രാപിക്കുവാനും സ്വർഗത്തിൽ ജീവിക്കുവാനും കൃപ നൽകണമേ.
പിതാവും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നേക്കും. പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ അങ്ങയുടെ തീരുമാനം സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സർവ്വസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയം നിരന്തരമായി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടാണ് സ്വർഗ്ഗത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്വർഗ്ഗത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് വേണ്ടി ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ ഗുരുവായൂർ ചോദിക്കണം.
നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും മാന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സിദ്ധവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുകയും അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമായ പരിശുദ്ധ സുവിശേഷം പ്രദേശത്തിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്രനാ, എന്നിൽ കനിയണം. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവരുടെ വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാൽ അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നില്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, പുത്രിയുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ വിശ്വാസപ്പെടുന്നതാണ്, നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളതായി. ഈശോയിൽ ഏറ്റവും സ്നേഹനാഥനായ കൊറോണയുടെ കാലഘട്ടത്തിൽ വിശ്വാസികളായ മക്കള് പല മനോഭാവങ്ങളെടുത്തു. വളരെ കുറച്ചു പേര് ചിന്തിച്ചു, ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. പ്രാർത്ഥിച്ച് ശക്തിപ്പെടാൻ വിശുദ്ധ കുർബാനയിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കുക. കൊറോണ എന്ന് പറയുന്ന മഹാമാരി എൻ്റെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ, എൻ്റെ കുടുംബത്തിലെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ലെന്ന തീരുമാനമെടുത്ത് ജീവിച്ച മനുഷ്യരുണ്ട്. എന്നാൽ ചിലര് അത് ഒരവസരമാക്കി മാറ്റി പള്ളി പോകലിൽ പ്രാർത്ഥന ചെല്ലണ്ടല്ലോ, ഒന്നും ചെയ്യുന്നില്ല.
അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള, വിശ്വാസത്തിന് വേണ്ടി സമയം ചെലവിടുന്നത് മാറ്റിക്കളയാനുള്ള ഒരു അവസരമാക്കി അവരുടെ ജീവിതത്തിൽ ഈ മഹാമാരി കൊണ്ടുപോയത് സാമ്പത്തികമായ നേട്ടങ്ങളെയല്ല, മാത്രമല്ല മറിച്ച് അവരുടെ കുടുംബത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെയുമാണ് തുടച്ചു മാറ്റുകയും. നിങ്ങളെല്ലാം ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവത്തിൽ സന്തോഷിക്കുന്നുണ്ടാകും. കൊറോണ എന്ന മഹാമാരിയിൽ ഭയപ്പെടാതെ കർത്താവിൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചതുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയാണ് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്രയും നാളത്തെ മഹാമാരിക്കിടയിൽ നമ്മളാരും കേട്ടിട്ടില്ല പള്ളിയിൽ വന്നതിൻ്റെ പേരിൽ ഒരു സമൂഹം മുഴുവൻ കൊറോണ ബാധിച്ചിരുന്നു എന്ന് ഇതുവരെ കേരളത്തിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈശോയുടെ സന്നദ്ധിയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ കർത്താവ് സന്തോഷിക്കുന്നുണ്ട്. ഇന്ന് കാനാൻകാരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, കാനാൻകാർക്ക് പ്രോത്സാഹനജനകമായി ഒന്നും കർത്താവ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ നിരാശപ്പെട്ട് ഇനി കർത്താവിൻ്റെ അടുത്ത് വരില്ല എന്ന് ഒരുപക്ഷെ ചിന്തിക്കാവുന്ന ചില പ്രതികരണങ്ങൾ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ അവൾ അതിൽ നിന്ന് തളരാതെ ഈ പരീക്ഷകളെല്ലാം അതിജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം അവൾക്കുള്ളതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സ്ത്രീ നിന്റെ വിശ്വാസം വലുതാണ്. കൂടെ ശിഷ്യന്മാരോട്, ആ ശിഷ്യന്മാരുടെ ഈശോയോട് പറഞ്ഞിട്ടുണ്ട് അല്പവിശ്വാസികളെ. എന്നാൽ ഈ വിജാതീയ സ്ത്രീ പരീക്ഷകളെ അതിജീവിച്ചവർ അവളുടെ വിശ്വാസത്തെ കുറിച്ച് ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ സാക്ഷ്യമായി കർത്താവ് പറയുന്നു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പ്രകാരം പറയുന്നു, പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തിന് സ്ഥിരത ലഭിക്കും. ഈ സ്ഥിരത നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കും, പൂർണ്ണതയുടെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ നമ്മൾ പരിപൂർണരാക്കപ്പെടുകയും എല്ലാം തികഞ്ഞതാക്കുകയും ഒന്നിനും കുറവില്ലാത്തതാക്കപ്പെടുകയും ചെയ്യുമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തിനാണ് സ്ഥിരത ലഭിക്കുന്നത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, പല മനോഭാവങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുണ്ട്. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ കർത്താവിന്റെ മുമ്പിൽ നിരത്തുമ്പോൾ അത് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെയുള്ളവർക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കുന്ന എല്ലാ അർത്ഥങ്ങൾക്കും അത് സാധിച്ചു കിട്ടുകയും മറുപടി കിട്ടുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിൽ അങ്ങനെ വിശ്വസിച്ചു പോകുന്നവര്. എന്നാൽ ചോദ്യങ്ങൾക്കും യാചനകൾക്കും ഒരു മറുപടിയും ലഭിക്കാനില്ല. അപ്പോൾ കർത്താവിനുള്ള വിശ്വാസം ഒട്ടും കുറയാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവളുടെ വിശ്വാസമാണ് ആഴമുള്ളത്, വേരുള്ളത് എന്ന് തിരിച്ചറിയുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഓർമ്മിക്കുന്നവരുടെ ഒരു സഹോദരി കാറ്റീസം ടീച്ചറാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സഹോദരി, കുർബാന ജീവനെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സഹോദരി. എന്നാൽ സഹോദരി വലിയ ക്യാൻസർ ബാധിതയാണ്. വയറ്റിൽ വലിയൊരു മുഴ, ആ മുഴ കൈകൊണ്ട് താങ്ങി പിടിച്ചു കാണുന്നുണ്ട്. തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ ഒരുപാട് നാളത്തെ ചികിത്സ, ഇപ്പോഴും ചികിത്സയിലാണ്. നട്ടിലൂടെ വലിയ സൂചി ബയോപ്സിക്കായി പ്രാവശ്യം ശുദ്ധിയാക്കി. അവിടെ വലിയ സഹനാനുഭവങ്ങളിലൂടെ സഹോദരി കടന്നുപോയി. വിശുദ്ധ കുർബാനയെ ചേർത്ത് പിടിച്ചത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിച്ച സഹോദരി, ഒത്തിരി പേരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിച്ച സഹോദരി, ആ സഹോദരിയുടെ ജീവിതത്തിൽ സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ആ സഹോദരിക്ക് ഒരു പക്ഷെ ചിന്തിക്കാൻ, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, ഈശോയെ ബലിയും ഈശോയ്ക്ക് വേണ്ടി മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, കർത്താവിനെ പ്രാണനെ പോലെ വിളിച്ചിട്ടുണ്ട്.
എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾക്ക് ഈശോയെ കഴിച്ചുകൊണ്ട് ജീവിക്കും. എന്നാൽ ആ സഹോദരി പറയുകയാണ്, എൻ്റെ ഈ സഹനത്തിന് കർത്താവിന്റെ സന്നദ്ധിയിൽ ഒരു ഉത്തരവുണ്ട്. എൻ്റെ സഹനത്തിന് കർത്താവിന്റെ സന്നദ്ധിയിൽ ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഈശോയെ കൊണ്ട് വിളിച്ചു ഇപ്പോൾ ഒട്ടും വിശ്വാസത്തോടെയാണ്, ആഴത്തുള്ള വിശ്വാസത്തോടെ അവൾ ജീവിക്കുകയാണ്. ആ സഹോദരി പറയുകയാണ്, ഞാൻ ഇങ്ങനെ ബെഡിൽ നിസ്സഹായനായി കിടക്കുമ്പോൾ വാഷ്റൂമിൽ ബാത്റൂമിൽ പോകാൻ ആരുമില്ല, പിടിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല, അവിടെ ആരും നിർത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളോട് പറഞ്ഞ എന്താ ചെയ്യുന്ന ആരുമില്ല. എന്നിട്ട് പറയാണ്, സഹോദരി പറയാണ്, വലിയൊരു അനുഭവം കണ്ടു. അവിടെ അദൃശ്യമായി രണ്ടുപേര് എന്നെ താങ്ങി പിടിച്ച് എന്നെ വാഷ്റൂമിലേക്ക് നയിക്കുന്നു. അതിനുശേഷം അതിലേക്ക് അവിടെ നിന്ന് വീണ്ടും ബെഡിലേക്ക് കൊണ്ടുവരുന്നു. അദൃശ്യകരങ്ങളാണ്, ആരെയും കാണാനില്ല. കർത്താവിന്റെ ദൂതനെ അയച്ച് ആ സഹോദരിയെ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴാണ്, പരീക്ഷിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. കൊറോണയുടെ ഈ കാലഘട്ടം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നിന്നും ജപമാലയിൽ നിന്നും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അകറ്റുന്ന ജീവിതമായിരുന്നെങ്കിൽ തീർച്ചയായും ഈ വിശ്വാസ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടവരാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയിലും കർത്താവിനെ പ്രാണനെ പോലെ ചേർത്ത് വഹിക്കുന്ന ഒരു ജീവിതം, ആ ജീവിതം നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനിയെ പോലെ കർത്താവ് നമ്മോട് പറയും, മോനെ മകളെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറയാൻ കർത്താവിന് സാധിക്കും. അപ്രകാരം ഒന്നിന് കർത്താവിനുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകറ്റാതിരിക്കുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഏത് പ്രതിസന്ധികളിൽ വിശ്വാസത്തിൽ ചേർന്ന് നമ്മൾ ജീവിക്കുന്നവരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത വിശുദ്ധായെ ഞങ്ങളുടെ അധികാരികളിൽ ഇതിനെ ദർശിക്കുവാനും അവരുടെ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടുകൂടി ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താപപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് നീതി കൊണ്ട് ശരീരപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വബോധനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമങ്ങളുടെ സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനത്തെ നയിക്കുവാൻ രാഷ്ട്രതലന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠപുത്രയെ, ഞങ്ങളുടെ പ്രതീക്ഷനായ മാറാൻപുത്രയെ, മാക്രോണത്തനായ മാർ ജോർജ് മറ്റുള്ള മെത്രന്മാരെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനം പ്രതീക്ഷയുമായ വിഷയമായി നീക്കുകൂടെ വാഹനമാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ആഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയെല്ലാം ഓരോരുത്തരെയും പിതാവിനെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. പ്രവാചകന്മാരുടെയും പ്രതീക്ഷയും പഴയത്തിന്റെ പൂർത്തീകരണവുമാണ് ഒരു ചെറിയ
നമ്മുടെ പാപങ്ങളെ മാറിയും തുളച്ചു ചെയ്യട്ടെ.
പിതാവിനും പുത്രനും പുറപ്പെടുന്ന സമയമാവും ജീവനാഥവുമായ ഏകപരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകോ പരിശുദ്ധവും സ്നേഹികവും സാത്വികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപബോധനത്തിലേക്ക് മാമോദീസായ ശരീരത്തിന്റെ ഉയർപ്പും നിത്യാനന്ദങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗ്ഗത്തിലെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ സഹോദരനെ ശക്തനാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രാർത്ഥനയിലെ സ്മരണത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും വിശുദ്ധായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായിക്കും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. സഹോദരനെ ഈ കുർബാനയുടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായ പറയുന്നു. അഭിഷിക്തന്റെ ശുശ്രൂഷകരാകുവാനും ഭാവികളുമായിരുന്നിട്ടും വിശ്വാസത്തോടുകൂടി പരികരണം ചെയ്യുവാൻ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശുദ്ധായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടുകൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും വൈവിധ്യജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. Yeah.
സമാധാനം നമ്മോടുകൂടെ. സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമായ രോഗിമാരോടും ശ്രാപികമാരോടും ചെയ്ത് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. പരിപൂർണ്ണ മനുഷ്യനായി ദൈവത്തിന്റെ തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. ചേർത്ത് അവർ ജീവിതത്തെ സമർപ്പിക്കാം. ഏത് പ്രതിസന്ധികളിലും തളരാതെ മാറാതെ ആഴമുള്ള വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുന്നവരുടെ ശക്തികളാണ് പ്രാർത്ഥിക്കും. ഈശ്വരന്റെ പ്രത്യാശയും സമാധാനത്തിലേക്ക് നിറയ്ക്കാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ചൈതന്യം നിറയും. ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് മാധ്യമ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതൽ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ നമ്മുടെ ഓരോ മക്കളെയും തീരുമാനം നമുക്ക് സമർപ്പിക്കും. എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കും. രോഗങ്ങളാൽ വിശ്വസിക്കുന്നവരെ സമർപ്പിക്കും. ഭിക്ഷണയോടുകൂടെ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ പ്രിയപുത്രനെ പഠിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. എത്തിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ പങ്കെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കടന്നുയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടു ചെയ്യൂ. പാപമോചനത്തിനായി അനേകർക്ക് വീഴ്ചപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാപം ചെയ്യുകയും. ഞാൻ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വെച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ദാവീദിനോട് ലഭിച്ചതുപോലെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തത് വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവിതങ്ങളിൽ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അതോടെ ഞങ്ങളെ സംതരിക്കുകയും അതിനാളുകളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ശുദ്ധീകരിച്ചു. പുതിയ പ്രകാശം നൽകി ശത്രുക്കളെ പരാജയമാക്കി ബലഹീനമായ പ്രകൃതി എന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം വഹിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പ്രമുഖന്മാർ ഭരണകർത്താക്കൾ ധനാധികാരികൾ സന്യാസികൾ സന്യാസാർത്ഥികൾ വിദ്യാർത്ഥികൾ അൽമാപരിഷ്ഠതകൾക്കുകയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും അവരുടെയും ബഹുമാനത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിനിധിമാരും വിശുദ്ധരുമായി ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നാമത്തിൽ കാത്തുനിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥന യോഗക്കുകയും അയോഗ്യനും ബലഹീനമായി ഈ കുർബാന സ്വീകരിക്കണമേ. ശരീരത്തിൽ പാവസ്മരണ അവിടെയും സുഹൃത്തുക്കളുമാക്കിയ സഞ്ചരിതമാക്കണമേ. ജീവിതകാലങ്ങളുടെ ശാന്തിയും സമാധാനവും നൽകണമേ. എന്ന മാത്രമാണ് കാലത്തിന്റെ കാവാതെന്ന് പ്രയോജനമായ ശിഹായമായി വാശികളിലൂടെ പറയട്ടെ. കഥാദേവമായ ചിഹ്നമെന്ന് ജീവിതായമായ ശേഷം വഴി പ്രവാചകന്മാർ രക്തസാക്ഷികളെന്നവന്മാർ വിധവാരകന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകർക്കും ഇഷ്ടമാവുതീസായോടെ സജീവവും ചിതായികവുമായ ബുദ്ധിതരും പ്രസ്ഥാനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ വെള്ളത്തിന്റെയും വിശുദ്ധതയും ആത്മപ്രവർത്തനമെല്ലാം നിശ്ചിതമായിട്ട് കർത്താവെ വിലയിരുത്തമായ ദാസനും അന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. നാഥനും രക്ഷകരമായി വിശ്വാസികളായ ജ്ഞാനബോധത്തിന്റെയും വെള്ളത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും മഹനീയവും ബലഹീനവും പശുവും ആലോചിക്കുകയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
ദാസരുടെയും ആവശ്യത്തിനെ ആശ്രയിക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യണമേ. ഇത് നിങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തിയാലോടിച്ച് സ്വർഗ്ഗത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹാപകവുമായ രക്ഷാപതിയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാവലത്തിനൊത്ത വിധം എന്നോട് ദൈവമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കാവലിനായി ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ആദരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവോക്തിദായകവുമായ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവനന്ദമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളോ ശ്രദ്ധത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയും ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം.
ഐക്യത്തോടുകൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവന് നമ്മുടെ ശരീരങ്ങളുടെ ഉയർത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ശാന്തി പുലർത്തണമേ. നാം നിന്റെ സത്യം പ്രഘോഷിക്കണമേ. വചനങ്ങളെ പുതിയവനാക്കുകയും ജ്വലിക്കുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് സംരക്ഷണമായി ലഭിക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിനക്ക് ലഭിച്ച വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ആക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവേ, സർവ്വേശ്വരനായ കൃപാവനായ ഞങ്ങളുടെ പിതാവേ, കാരണം ഞങ്ങളുടെ അപേക്ഷിക്കുന്നവർക്ക് ഉൾപ്പെടുത്തലേ ദുഷ്ടാത്മാവിന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങനെയാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ മകയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകലോകം പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തെ സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്നവർ അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവികദാനം. സഹോദരരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുകയും നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. വൈദ്യുതിയുടെ പ്രാർത്ഥന. നിത്യപ്രവചനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദ്യന് യാതൊരു ആപത്തിനാലെയും അങ്ങേ ദൈവത്തിൽ അങ്ങേയതല്ലേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോളം എടുക്കുന്ന അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും തരത്തിൽ സൗഭാഗ്യത്തിനോടുമായി തീരട്ടെ. ാനും വചനം പ്രഘോഷിക്കുവാനും തിരികെ ചേർക്കുവാനും അവർ സന്യാസികളാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയെ വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരായ രക്ഷകരെയും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധാത്മാസാരെയും സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കർക്കരമായി കാത്തുകൊള്ളണമേ. ആമേൻ. Maria.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായിരിക്കും. അവരുടെ